ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിലെ പാഠബുക്കാണ്. അതിലെ അദ്ദറസു ഹാദി വൈഷ്റൂൻ 21ാമത്തെ പാഠഭാഗമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഫ്ലാഗിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഫ്ലാഗിന് എന്താണ് അറബിയിൽ പറയാം, അതിൽ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഫ്ലാഗ് അല്ലേ, എന്താണ്? ആലം. എന്താണ്? ആലം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഐന് ആ, ഐന് ആ, ആലം, ആലം. ഇനി നമുക്ക് ഐന് ചേർന്ന് വ്യത്യസ്ത ഹർക്കത്തോടെ ആ, ഐ, ഓ ഒക്കെ ആവുന്നത് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അബ്ദുൻ, അബ്ദുൻ, അബ്ദുൻ. ബോൾദുൻ, ബോൾദുൻ, ബോൾദുൻ. റജോൻ, റജോൻ, ദർഒൻ. അപ്പോൾ ഇവിടെയൊക്കെ അയിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലേ, അയിനൊക്കെ. അപ്പോൾ എന്താ നമ്മളൊന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലായില്ല, അപ്പോൾ ഇത് വായിച്ച് നിങ്ങൾ കേട്ട് നിങ്ങൾക്കൊക്കെ ഇതിലെ വ്യത്യാസം. നമ്മൾ അലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ, അബ്ദു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ, ബോൾദു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ, റജോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ, ദർഒ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ വ്യത്യാസം വന്നതെന്ന് മനസ്സിലാക്കുക. മിണ്ടെഴുതിട്ടാരും മിണ്ടാതിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അവനാൻ്റെ ബുക്കിലേക്ക് ഞാൻ ഓരോ വേർഡ്സ് വായിക്കുമ്പോൾ അവിടെ വന്ന വ്യത്യാസം. നമ്മൾ ഐന് അത് നമ്മൾ അലിഫ് ബാഗ് താഗ് എന്നൊക്കെ ഒറ്റയ്ക്ക് എഴുതുന്ന പോലെ എഴുതുമ്പോൾ ആ, ഓ, ഐ, ഇങ്ങനെയാണ് ഐനുകൾ എഴുതുക. ഇനി അതിനെ നമ്മൾ എല്ലാത്തിലും കൂട്ടെഴുത്തുകളാണല്ലോ എഴുതുക. അപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ ആദ്യത്തിലാണ് ഐന് വന്ന് നമ്മൾ ചേർത്ത് എഴുതുന്നതുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? ആ, ബാഇനോട് എഴുതാൻ പറ്റൂല, ചേർത്ത് എഴുതും. ബാഇനോട്, അലിഫിനോടാണെങ്കിൽ ചേർത്ത് എഴുതൂല, ബാഇനോട് നമ്മൾ ചേർത്ത് എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്ദുൻ എന്ന് എഴുതിയത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ, ആ എന്ന് നീട്ടിയിട്ടുള്ളൊരു പദമാണെങ്കിലോ ഇവിടെ നോക്കൂ, ആബിദുൻ. അപ്പോൾ ആന്ന് എന്ത് ചെയ്യണം? നീട്ടണം. അലിഫിനെ അതിനോട് ചേർത്ത് എഴുതണം, എന്നിട്ട് ബാ വേറെ എഴുതണം. ഇതുപോലല്ല എഴുതി, മനസ്സിലായില്ലേ? ആ നീട്ടി, ഇവിടെ അബ്ദുൻ. അപ്പോൾ അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി അടുത്തത് ബൊഴുദുൻ. ബൊഴുദുൻ, ബൊഴുദുൻ എന്ന് നമുക്കിവിടെ ഇടയിലാണ് ഐന് വന്നത്. ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ നടുവിലക്ഷരമാണ് ഐന് അല്ലേ. അപ്പോൾ ഇവിടെ ഐനിനെ ബാഇനോട് ചേർത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിനോട് ചേർത്ത് ഈ രീതിയിലാണ് എഴുതിയത്. മനസ്സിലാക്കുക, എഴുതിയ രീതി മനസ്സിലാക്കുക. ബോൾ, ബോൾദുൻ, ബോൾദുൻ ഇടയിൽ വന്നു. ഇനി ഇതിനെ കസറ നൽകി നീട്ടുകയാണ്. ഐ നീട്ടി, ഓ നീട്ടുമ്പം വരുന്നത്, പിന്നെ ആ നീട്ടാൻ വരുന്നതൊക്കെ അടുത്ത പേജിൽ നമുക്ക് വായിക്കാണ്ട്, അപ്പം മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഇടയിൽ വരുമ്പം ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരത്തോട് കൂടിയിട്ട് ചേർത്ത് എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതുക. ചേർത്ത് എഴുതാൻ പറ്റാതെയാണ് ഇടയിൽ വരുന്നതെന്നുണ്ടെങ്കിലും എന്താണ്, എങ്ങനെ എഴുതുക? ഇടയിലാണ് വരുന്നത്, ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരമാണ്. ഇപ്പോൾ ആന്ന് നീട്ടിയ പോലെ ആദ്യം മാ നീട്ടി മാ എഴുതുന്ന എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? മാ നീട്ടിയതിന് ശേഷം നമ്മൾ ഇതിൽ എഴുതിയ പോലത്തെ അഴിയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അക്ഷരത്തോട് ചേർത്ത് എഴുതി രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരത്തോടൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെയാണ് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരമായിരിക്കണം. അപ്പോഴാണ് ഇങ്ങനെ. ചേർത്ത് എഴുതാൻ പറ്റാത്തതിൽ ഇടയിൽ എഴുതുകയാണെങ്കിലും ഇതേപോലെയാണ് എഴുതുക. ഓക്കെ, ഇനി അടുത്തതാ റജോൻ. റജോൻ ജീമിൻ്റെ അവസാനത്തിൽ നമ്മൾ ഐന് കൊണ്ടാണ് നിർത്തുന്നത് അല്ലേ. അപ്പോൾ ജീമിനോട് നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഐമനോട് ചേർത്തിട്ട് എങ്ങനെ ആക്കി, സാധാ ഐന് ഇതുപോലെ എഴുതിയിട്ട് അവിടെ എന്ത് ചെയ്ത് നമ്മൾ നിർത്തി. റജോൻ, റജോൻ. ഇനി ഇവിടെ നമ്മൾ നിർത്തിക്കുകയാണ്, പക്ഷെ അതിൻ്റെ മുമ്പുള്ള റാഇനോട് ചേർത്ത് എഴുതൂല. ദർഒൻ, ഒരക്ഷരവും ചേർത്ത് എഴുതാത്ത അക്ഷരമാണത് രണ്ടും. അപ്പോൾ ഇതിനോട് ദാലിനോട് റാവും ചേർത്തിട്ടില്ല, റാഇനോട് ഐനും ചേർത്തിട്ടില്ല. അപ്പോൾ അത് അവസാനത്തിൽ ഈ ഐനിട്ടിട്ടാണ് അവിടെ നിർത്തിയത്. അപ്പോൾ വേർഡ്സ് അവസാനിക്കുമ്പോൾ ചേർത്ത് എഴുതുന്നതാണെങ്കിൽ ഇങ്ങനെ, ചേർത്ത് എഴുതാൻ പറ്റാത്തതാണ് ഇങ്ങനെ. അത് രണ്ടും അങ്ങനെയും മനസ്സിലാക്കാം.
ഇനി നമുക്കിതൊന്ന് വായിക്കാം. ആബിദുൻ, ആ നീട്ടി. ബഈദുൻ, ഐ നീട്ടി, ഇടയിലാണ് വന്നത്. സോദുൻ, ഇതും ഇടയിലാണ് വന്നത്. അതിനോട് വാവ് ചേർത്ത് എഴുതിയും ചെയ്ത്, പിന്നെ ദാല് ചേർത്ത് എഴുതാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഇട്ട് സോദുൻ. അപ്പോൾ അതിൻ്റെ കൂടെ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഐ ഊ മാത്രം പഠിച്ചാൽ പോരാ, അത് ഓരോ വേർഡ്സിനോട് ചേർന്ന് വരുമ്പോൾ എഴുതുന്നത് മനസ്സിലാക്കാം. ഇനിയാ ആ ഓ ഐ ദ ദ ആ ഓ ഐ അൻ ഓൻ ഐൻ ആ ഓ ഐ അൻ ഓൺ ഐൻ ഐന് ഐന്. അപ്പോൾ അത് എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ എഴുതുക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അടുത്ത എന്താണ് നക്ര, നമുക്കിവിടെ വായിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അക്ഷരങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ ആരാച്ച ഉണ്ടാക്കണം, ഒച്ചൊക്കെ ഉണ്ടാക്കല്ലേ, ഇവിടെ ബുക്കിലേക്ക് ശ്രദ്ധിക്കും. നമുക്കിത് വായിച്ചാലോ? അപ്പം ഞാൻ ആദ്യം വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്കിവിടെ അതിന് ഫസ്റ്റാണ് വന്നതല്ലേ. അപ്പോൾ എഴുതിയത് അറബുൻ, അറബുൻ എഴുതിയത് മനസ്സിലാക്കുക. അറബുൻ. അടുത്തത് ഇടയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഷുഅബുൻ, 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 ഷുഅബുൻ. അവസാനം ചേർത്ത് എഴുതുന്നതിനോട് വന്ന് സബഉൻ, സബഉൻ, സബഉൻ. ഇവിടെ വാവിനോട് ചേർത്ത് എഴുതാത്തതുകൊണ്ട് ഇത് എഴുതി ജൂഉൻ, ജൂഉൻ, ജൂഉൻ. ഇനിയാ നീട്ടാൻ വന്നിട്ടുണ്ട്. ആജിസുൻ, ആജിസുൻ, ആജിസുൻ. അടുത്തതോ സോദുൻ, സോദുൻ. അപ്പോൾ സോദുൻ, ബഈദുൻ. ഇപ്പോൾ ഇവിടെ ആദ്യത്തിൽ ഇത് ഇടയിൽ, ഇവിടെ ഇടയിലാണ് വന്നത്. അപ്പോൾ ഓ ഐ ഒക്കെ നീട്ടുന്നതും ആ എന്ന് നീട്ടുന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയാ സബ് അൻ, സബ് അൻ, അൻ ഫത്തഹ് തൻവീൻ വരുന്നതിൽ അലിഫ് ഇട്ടൊന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനോട് ചേർത്തിട്ട് ഇങ്ങനെയാണ് അതിനെ എഴുതിയത്, അതിനോട് ചേർത്തിട്ടാണ് അലിഫ് ഇട്ടത്. സബ് അൻ, റജോൻ, റജോൻ, ദിർഇൻ. അപ്പോൾ ചേർത്ത് എഴുതിയ അതിന് ചേർത്ത് എഴുതാത്തത് ദിർഇൻ, ദിർഇൻ, ദിർഇൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ നിന്നുള്ള അതിന് വന്ന ആയത്താണ് നമുക്ക് മനസ്സിലാക്കാം. അതിന് വന്നത് വസൈന, ഇവിടെ അതിന് വന്നു വസൈന, വസൈന വസ്മ ഐറ മുസ്മൈൻ, വസൈന വസ്മ ഐറ മുസ്മൈൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വന്നു, അവസാനിക്കുന്നിടത്ത് വന്നു, വേർഡ്സ് അവസാനിക്കുന്നിടത്ത്. പിന്നെ ഇത് ഐനാണ്, പുള്ളിയുള്ളതാണ്. അതും ഇതുപോലെ തന്നെയാണ് എഴുത്ത് രീതി മനസ്സിലാക്കുക. പിന്നെ മുസ്മൈൻ അവസാനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ വസബഅത്തിൻ, പദങ്ങളുടെ ഇടയിൽ വന്ന് വസബഅത്തിൻ. ഇദാ റജഅതും, റജഅതും വസബഅത്തിൻ ഇദാ റജഅതും തിൽക അശറത്തും കാമില, തിൽക അശറ അതിന്. അപ്പം അത് മനസ്സിലാക്കുക. നമുക്ക് ചെറിയ വേർഡ്സുകളാണ് ഖുർആൻ എന്നുള്ള. തഅബുദു, തഅബുദു ഇടയിൽ വന്നു അല്ലേ. ചേർത്ത് എഴുതാതെ ഫതഹ് തൻവീനുള്ള ഒരു പദമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് അലിഫിട്ടത് ഇങ്ങനെ. ഷുഅബിൻ, ഷുഅബിൻ, ഷുഅബിൻ. ബഈദൻ, ബഈദൻ. സൗദൻ, സൗദൻ. ആബിദുൻ, ആബിദുൻ, ആബിദുൻ. നമുക്കിതിൻ്റെ വർക്കിലേക്കുള്ളത് ഒന്ന് നോക്കാം. അലം, ഫ്ലാഗ് അല്ലേ. അപ്പോൾ നുലവി നിറം നൽകണം. എഴുത്ത് രീതി പോലെ തന്നെ നമുക്ക് അത് വൃത്തിയിൽ നിറം നൽകാം. ഇത് റെഡ് കളറിലാണ് എഴുത്ത് വന്നത്, അപ്പോൾ നമുക്ക് റെഡ് കൊടുക്കാം. ഇത് ബ്ലൂ ആണ്, അപ്പോൾ നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. മനസ്സിലാക്കാം. ഇനി എന്താ നുലവിൻ നിറം നൽകണം. എന്ത് ഓയിനിൻ്റെ ബോക്സിൽ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഈ കള്ളികളിലൊക്കെ നമ്മൾ നിറം നൽകാം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നൽകാം. അതിൽ അയിനുണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് കാണാൻ കഴിയണം. ആ രീതിയിലുള്ള കളർ യെല്ലോ, ഓറഞ്ചൊക്കെ കൊടുത്താലും അയിന് പുറത്തേക്ക് കാണും. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ അയിന് സോദ്, അയിന് ഷീന്, അയിന് ലോ, അയിന് തോ, അയിന്. അപ്പോൾ അക്ഷരങ്ങൾ ബാക്കി മനസ്സിലാക്കാം.
ഇനി എന്താണ് ഇതിൽ ഐനിന് റൗണ്ട് ചെയ്യണം. ഐബറുൻ എന്നതിൽ ആദ്യത്തിൽ വന്നു, ബൊഴുദുൻ എന്നതിൽ ഇടയിൽ വന്നു, പിന്നെ സംഉൻ എന്നതിൽ അവസാനത്തിൽ വന്നു, ഫർഉൻ എന്നതിലും അവസാനത്തിൽ വന്നു. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി നെസിൽ യോജിച്ചിട്ട് നമ്മൾ ചേർത്ത് വായിച്ചു കൊടുക്കുക. എങ്ങനെയാണ്? ദർഉൻ. അപ്പോൾ ഇവിടെ അത് എഴുതിയാണ്. അതുപോലെ അടുത്തത് ഷർഉൻ. അപ്പോൾ അത് ഇവിടെയൊക്കെ എഴുതാം. അടുത്തതാ ലൊർഉൻ. അതും ഇവിടേക്ക് നിങ്ങളിലേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ദർഉൻ ഒന്നും ചേർത്ത് എഴുതൂല. പിന്നെ ഷർ എന്ന് ചേർത്ത് എഴുതും. അവസാനത്തിൽ ഒൻ എന്നുള്ളത് അവസാനിക്കുമ്പോൾ എഴുതുന്ന ഈ രീതി എഴുതുക. പിന്നെ ലൊർ അതും അതുപോലെ രണ്ടും ചേർത്ത് എഴുതാം. ഒൻ എഴുതൂല. അപ്പോൾ അവസാനം ഇതുപോലെ എഴുതി കൊടുക്കാം. അടുത്തവർക്ക് എന്താണ്? ഇവിടെ സ്റ്റാർ ഉണ്ട് അല്ലേ? ആ സ്റ്റാറിനൊക്കെ നമുക്ക് ഒരേ കളർ നൽകണം. മനസ്സിലായോ? എന്നിട്ട് ബാക്കിയുള്ള ഈ കള്ളികളിലൊക്കെ നമുക്ക് വേറൊരു കളർ നൽകാം. അപ്പം നമുക്ക് ഇതിനൊക്കെ എന്ത് നൽകാം? യെല്ലോ കളർ നൽകാം. പുറത്തുള്ള ഉള്ളിലുള്ളതിന് നമുക്ക് ഗ്രീനും നൽകാം. അപ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങോട്ട് വൃത്തിയിലിങ്ങോട്ട് കാണാം. മനസ്സിലായോ? അപ്പോൾ സ്റ്റാറിന് ഒരു നിറവും ഇവിടെ വേറൊരു നിറം നൽകിയാൽ വൃത്തിയിൽ നല്ലൊരു ഓയിനെ നമുക്കിവിടെ കാണാൻ കഴിയും. മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത നെസ്സിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ എന്താണ്? അലം. ഫ്ലാഗിൻ്റെ പേര് അലം എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ അലമിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? ഐന്. അപ്പോൾ നമുക്ക് അതിലേക്ക് യോജിപ്പിക്കാം. ഓക്കെ. അടുത്തതാ ഡോക്ടർക്ക് തൊബീബ്. അപ്പോൾ തോയിലേക്ക് നമുക്ക് യോജിപ്പിക്കാം. അടുത്തതാ ലോ കൊണ്ട് തുടങ്ങുന്നത് ലർഫ്. എൻവലോപ്പ് അല്ലേ? അപ്പോൾ അതിലേക്കും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഇനി നമുക്കിവിടെ നക്തൂബ് എഴുതണം. എന്താണ്? അതിന് വന്ന വേർഡ്സുകളാണ്. അപ്പോൾ അത് എഴുത്ത് രീതിയും അതിന് എഴുതിയ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. നമുക്കിവിടെ 3 ബോക്സുകളാണ്. ഒന്നിൽ ആദ്യം എഴുതുക അറബുൻ, അത് മുകളിലേക്ക് എഴുതുക. പിന്നെ ഷുഅബുൻ അതും റജഉൻ. അപ്പോൾ അവസാനത്തിൽ ഒൻ വന്നതും മനസ്സിലാക്കുക. ജൂഉൻ അതും മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതൊക്കെ എഴുത്ത് രീതിയൊക്കെ വായനയും എഴുത്തൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഓക്കെ. അതിന് ഇടയിൽ വന്നതും ചേർത്ത് എഴുതുമ്പോൾ വരുന്നതും ഫസ്റ്റിൽ വരുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 21ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ പാഠവും നമ്മളിങ്ങനെ തുടർന്ന് പോവുകയാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത പാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് വീഡിയോ കാണുക. അക്ഷരങ്ങളെ ഉച്ചാരണം എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി ഉമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറഞ്ഞ ഫീസിൽ നമ്മൾ ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് അയയ്ക്കുക, കോൾ ചെയ്യരുത്. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.